ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കാണ് അക്കൗണ്ടിംഗ് സൈക്കിൾ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് 1 ഏപ്രിൽ ടു 31 മാർച്ച് ഓഫ് നെക്സ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഈ പീരീഡിനുള്ളിൽ അവിടെ കുറേ പ്രോസസ്സുകളുണ്ട്. അക്കൗണ്ടിങ്, അതായത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആകണമെങ്കിൽ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടാണ് നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ആ പ്രോസസ്സുകളാണ് നമ്മൾ അക്കൗണ്ടിങ് സൈക്കിളിൽ പഠിക്കുന്നത്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സാണ് അക്കൗണ്ടിങ്ങിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ് ഈ അക്കൗണ്ടിങ് സൈക്കിളിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് അക്കൗണ്ടിങ് സൈക്കിൾ. ഇതിൽ ഓരോ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഐഡൻറ്റിഫൈയിങ് ട്രാൻസാക്ഷൻ, റെക്കോർഡിംഗ് ജേണൽസ്, പോസ്റ്റിംഗ് ടു ലെഡ്ജർ, ഡ്രാഫ്റ്റിംഗ് അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്, adjustment entries, drafting adjusted trial balance, closing the books, and finally drafting the financial statements. First step of accounting cycle is identify the transactions. അപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരുപാട് ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഒരു മാനുഫാക്ചറിങ് കമ്പനി ആണെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യുന്നുണ്ട്, സ്റ്റേഷനറീസ് പർച്ചേസ് ചെയ്യുന്നുണ്ട്, പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്, പേയ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, അതായത് വേജസ്, സാലറീസ്, ഇലക്ട്രിസിറ്റി ബില്ല്, അങ്ങനെ പല പേയ്മെൻറ്റ്സും ചെയ്യുന്നുണ്ട്. അവിടുത്തെ ഫർണിച്ചർ വാങ്ങുന്നുണ്ടായിരിക്കാം. അങ്ങനെ പല ട്രാൻസാക്ഷനും ഉണ്ട്. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നമ്മൾ മോണിറ്ററി ട്രാൻസാക്ഷനാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ നോക്കണം, ഈ നടക്കുന്ന ട്രാൻസാക്ഷനിലെല്ലാം നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെ അഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ടോ, ആ ട്രാൻസാക്ഷനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെയാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ ഈസ് ഐഡൻറ്റിഫൈ ദ ട്രാൻസാക്ഷൻസ്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസാക്ഷനെ ഐഡൻറ്റിഫൈ ചെയ്തു. ഈ ട്രാൻസാക്ഷനെ ഇനി നമ്മൾ റെക്കോർഡ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് അക്കൗണ്ടിങ് സൈക്കിൾ ഈസ് ടു റെക്കോർഡ് ദി ട്രാൻസാക്ഷൻ ഇൻ ദി ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി. ഏതാണ് ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ജേണൽ. ഓക്കെ, ജേണലിൽ ആ ഒരു ട്രാൻസാക്ഷനെ എൻട്രി ചെയ്യും. അതിൽ ജേണലിൽ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും. ഇപ്പോൾ ജേണലിങ് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ജേണലിൽ നിന്ന് ആ ട്രാൻസാക്ഷനെ ലെഡ്ജറിലോട്ട് പോസ്റ്റ് ചെയ്യുകയാണ്. അതായത് ദ ട്രാൻസാക്ഷൻ ഈസ് പോസ്റ്റഡ് ഇൻ ദി സമ്മറൈസ്ഡ് ആൻഡ് ക്ലാസിഫൈഡ് മാനർ ടു ദി ഡിഫറെൻറ്റ് അക്കൗണ്ട്സ് ഓഫ് ദി ലെഡ്ജർ. ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡ്രാഫ്റ്റിംഗ് ദി അൺഅഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ബുക്ക് കീപ്പിംഗ് വർക്ക്ഷീറ്റാണ്. It lists all the general ledger account with their debit and credit balances, and it ensuring that the total debit equal to the total credit. This process helps to identify errors before preparing the financial statements. അപ്പോൾ നമുക്ക് ട്രയൽ ബാലൻസ് നോക്കിയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് ആവശ്യമുണ്ടെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ് പാസ് ചെയ്യാം. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം റെക്ടിഫൈ ചെയ്യാം. അതാണ് ഫിഫ്ത്ത് പ്രോസസ്, ദ പാസിംഗ് ദി അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രീസ്. വൺസ് ആൾ അഡ്ജസ്റ്റിംഗ് എൻട്രീസ് ആർ കംപ്ലീറ്റഡ് ആൻഡ് അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ് ക്യാൻ ബി പ്രിപ്പയർഡ്. അപ്പോൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള പ്രോസസ്സാണ് ഡ്രാഫ്റ്റിംഗ് ദി അഡ്ജസ്റ്റഡ് ട്രയൽ ബാലൻസ്. ക്ലോസിംഗ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇപ്പോൾ ഒരു അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനം എന്ത് ചെയ്യും? ലെഡ്ജർ എല്ലാം ക്ലോസ് ചെയ്യും. എന്നിട്ട് ആ ലെഡ്ജർ ബാലൻസ് എല്ലാം
ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. അതായത് ലെഡ്ജർ ബാലൻസ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലോട്ടും ബാലൻസ് ഷീറ്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതെല്ലാം ബാലൻസ് ഷീറ്റിലോട്ടും ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഡ്രാഫ്റ്റിംഗ് ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റും ബാലൻസ് ഷീറ്റ് ആൻഡ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.